മിൽമ പാൽ വില വർധനയിൽ ധാരണയായില്ല. യോഗത്തിൽ വില വർധനയിൽ ധാരണയാകാത്തതിൽ പ്രതിഷേധിച്ച് എറണാകുളത്ത് നിന്നുള്ള ബോർഡ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പാലിന് GST ഇതുവരെ ഇല്ലല്ലോ, സീറോ ആണല്ലോ GST. അപ്പോൾ അതുകൊണ്ട് പാൽ വില വർദ്ധിപ്പിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 2022 പാൽ വില വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പഠനം അനുസരിച്ച് 48 രൂപ വരെ 1 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉൽപ്പാദകന് ചിലവുണ്ട് എന്ന് ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ സംഘങ്ങളിൽ പാലളക്കുന്ന കർഷകർക്ക് കിട്ടുന്ന ആവറേജ് വില എന്ന് പറയുന്നത് 45 രൂപയാണ്. അതിനുശേഷം 3 വർഷം പിന്നിട്ടു. മാത്രമല്ല, എല്ലാ സാധനങ്ങൾക്കും വില കൂടി. കഴിഞ്ഞ ബോർഡ് യോഗത്തിലും ഞങ്ങൾ ഇതുപോലെ തന്നെ ആവശ്യപ്പെട്ടു, പാൽവില അന്ന് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവസാനം ഇന്നത്തെ യോഗത്തിൽ തീരുമാനം ഉറപ്പായിട്ടും ഉണ്ടാകും. പാൽവില വർദ്ധിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് അന്ന് മിനിറ്റ്സ് രേഖപ്പെടുത്തി പിരിഞ്ഞത്. ഇന്നും അതിനുള്ള ഒരു നിലപാട് കാണാത്തതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്നത്. മറ്റ് കാര്യങ്ങളിൽ ഇനി ഫെഡറേഷനുമായിട്ട് എല്ലാ കാര്യങ്ങളും സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങളുടെ നേതൃത്വമായിട്ട് ആലോചിച്ചും അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മറ്റ് സഹകാരികളും കർഷകരുമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും. രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, വില കൂട്ടാത്തതിൽ ഇറങ്ങിപ്പോയി പ്രതിഷേധിക്കുകയാണ്. എത്ര രൂപ വരെ കൂട്ടണമെന്നാണ് ഈ ബോർഡ് അംഗങ്ങൾ പറയുന്നത്? ദിവിഷ്, എന്തായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാനുള്ളത് മിൽമ പാലിൻ്റെ വില വർധന ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ലഭിച്ചത് ഈ ബോർഡ് യോഗത്തിൽ പങ്കെടുത്ത് ഈ മധ്യമേഖലയിൽ നിന്നുള്ള എറണാകുളത്ത് നിന്നുള്ള പ്രതിനിധികളാണ് ഇപ്പോൾ പ്രതിഷേധിച്ച് പുറത്തേക്ക് പോയത്. അതിനുശേഷം KS മണി ചെയർമാൻ നമ്മോട് സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞത് മിൽമ പാൽ വില വർധന അനിവാര്യമാണെന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും മിൽമ പാലിന് വില വർധനയില്ല. അത് 2026 ജനുവരിയിലേക്ക് വില വർദ്ധിപ്പിച്ചാൽ മതി എന്നാണ് വിദഗ്ധ സമിതിയെ നിയമിച്ചിരുന്നത്. ആ വിദഗ്ധ സമിതി അത്തരത്തിലൊരു നിരീക്ഷണമാണ് നടത്തിയത്. എങ്കിലും വില വർധന അനിവാര്യമാണെന്ന തരത്തിലേക്ക് ചർച്ചകൾ പോകുമ്പോഴാണ് GSTയിൽ ഇത്തരത്തിലൊരു മാറ്റം വരുന്നത്. അങ്ങനെ GSTയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ തൊട്ടിപ്പുറത്തെ വശത്ത് നിന്ന് വില കൂട്ടുക എന്നുള്ളത് ശരിയായ നടപടിയല്ല. അത് ഉപഭോക്താക്കൾക്ക് ഒരു തിരിച്ചടി നൽകും, അല്ലെങ്കിൽ ഉപഭോക്താക്കൾ നഷ്ടമാകുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ബോർഡ് യോഗത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. എറണാകുളം മേഖല പറഞ്ഞത് മിനിമം 10 രൂപ, ഏറ്റവും കുറഞ്ഞത് 10 രൂപയെങ്കിലും കൂട്ടണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ 6 രൂപയിലേക്ക് പരിഗണിക്കാം എന്ന തരത്തിൽ തൊട്ട് മുമ്പത്തെ സിറ്റിങ്ങിൽ, തൊട്ട് മുമ്പത്തെ ഇവർ യോഗത്തിൽ സമ്മതിച്ചതുമാണ്. പക്ഷേ ഈ യോഗത്തിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എറണാകുളം യൂണിയനിൽ നിന്നുള്ള 4 പേർ ഇപ്പോൾ ആദ്യം ഇറങ്ങിപ്പോയത്. ശേഷം വിലവർധന എന്തായാലും നിലവിൽ പരിഗണിക്കുന്നില്ല. 2026 ജനുവരിയിലേക്ക് മാത്രമേ മിൽമ പാലിൻ്റെ വിലവർധന ഉണ്ടാകൂ. ശരി.